എന്തായാലും 2 ദിവസം ഒക്കെ പിടിക്കും അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട്. അതേസമയം എന്തെങ്കിലും രൂപങ്ങൾ ഏതെങ്കിലും ഒരു മൃഗങ്ങളോ അതേപോലെയൊക്കെയുള്ള രൂപങ്ങളാണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ശില്പം ഏതാണ്? ചോക്ക് ശില്പത്തിൽ എനിക്ക് ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയ കുട്ടി തലയും കുത്തി നിൽക്കുന്നത്. അതാണ് ഞാൻ കഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അതിന് മാത്രം എനിക്കൊരു 8-9 ചോക്കോളം ചിലവായിട്ടുണ്ട്. എൻ്റെ ഒരെണ്ണം ശരിയായി കിട്ടിയത്. അതേപോലെ ക്രൈസ്റ്റിൻ്റെ ഒരു രൂപം, അതും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. അതൊരു 10 ചോക്കോളം നഷ്ടപ്പെട്ടിട്ടാണ് ഒരെണ്ണം ശരിയായി കിട്ടിയത്. ചിത്രം വരയ്ക്കുമ്പോൾ ഒരു ഭാഗം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇത് നമ്മൾ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശ്രീ സൈനുദ്ദീൻ അമ്പലത്ത് കലാരംഗത്ത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. ഗാനരചയിതാവ്, ഗായകൻ, സംഗീത സംവിധായകൻ, ചിത്രകാരൻ, ഏറ്റവും ഒടുവിൽ പ്രശസ്തിയാർജിച്ച ചോക്ക് ശില്പി. ഒരു ചെറിയ ചോക്കിൻ കഷ്ണത്തിൽ ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതും ലോകപ്രശസ്തരായ മഹാന്മാരുടെ രൂപങ്ങൾ അതീവ സൂക്ഷ്മതയോടുകൂടി ഒരു ചോക്കിൻ്റെ രൂപം ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രയാസം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു ദൈവത്തിൻ്റെ വരദാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയുള്ളൊരു വരദാനമായിട്ടാണ് തോന്നുന്നത്. അതൊരു ഗിന്നസ് ബുക്കിൽ പോലും വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അധ്യാപനത്തിന്റെ പതിവ് ചുമതലകൾക്കപ്പുറത്ത് വിദ്യാർത്ഥികളുടെ സർഗശേഷികളെ കണ്ടെത്താനും നയിക്കാനും സൈനുദ്ദീൻ മാസ്റ്റർ എപ്പോഴും ഉത്സുകനാണ്. അദ്ദേഹം രചിച്ച 1000-ഓളം പാട്ടുകളിൽ 600 എണ്ണം കാസറ്റുകളായി പുറത്തിറങ്ങി. തമിഴിലും മലയാളത്തിലും സൈനുദ്ദീൻ രചിച്ച് ഈണം നൽകിയ ഭക്തിഗാനങ്ങളുടെ 45-ഓളം കാസറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. സാർ അധ്യാപക ജീവിതം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 33 വർഷമായി. ഈ സ്കൂളിൽ തന്നെയായിരുന്നോ? അല്ല, ആദ്യം MAHS എറണാകുളം മാർക്കറ്റ് റോഡിലാണ്. അവിടെ ആദ്യമായിട്ട് സ്കൂളിൽ കയറുന്നത്. അത് 75 ജനുവരിയിലാണ് കയറുന്നത്. പിന്നീട് കടവന്ത്ര സെന്റ് ജോസഫ് സ്കൂളിൽ 6 വർഷം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഗവൺമെന്റ് സ്കൂള് പനയപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ 6 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ട്. ആദ്യം മുതലേ ഡ്രോയിങ് മാഷ് തന്നെയായിരുന്നു? അതെ. ഈ സ്കൂളിലെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ സാറ്? സ്കൂളിലെ പിള്ളേർക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ അസംബ്ലിക്ക് പാടിയ പാട്ട് ഞാൻ എഴുതിയതാണ്. അങ്ങനെ മാഷ് എഴുതി ട്യൂൺ നൽകിയതാണ്, ഞാൻ തന്നെ ട്യൂൺ ചെയ്തതാണ്. അറിവു നൽകിടണേ, സ്നേഹസൂനം നൽകിടണേ, നിൻ കരുണയാൽ ഞങ്ങളിൽ. സാറ് ഡ്രോയിങ് മാസ്റ്ററായിട്ട് വേറെ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ കാലത്തെ പ്രയറിനൊക്കെ ഉപയോഗിക്കുന്ന പാട്ടുകളെല്ലാം തന്നെ സാറ് ഈണം നൽകി, സാറ് എഴുതി ഈണം നൽകിയ പാട്ടുകളാണ്. വളരെ മനോഹരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടം തോന്നി. നമ്മൾ പതിവ് കേൾക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും വളരെ താല്പര്യമാണ്. യൂത്ത് ഫെസ്റ്റിവൽ പോലുള്ള സന്ദർഭങ്ങളിലെല്ലാം കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിന് സാറ് എല്ലാ ഐറ്റത്തിലും, അതായത് സിംഗിൾ ഐറ്റത്തിലൊക്കെ സാറിൻ്റെ ശ്രമം അതിൻ്റെ പിന്നിലുണ്ട്. ഒരുപാട് സമയം അതിനുവേണ്ടി സാറ് സ്കൂൾ ടൈം കഴിഞ്ഞിട്ടും സാർ അതിനു വേണ്ടി വിനിയോഗിക്കാറുണ്ട്. അതിനൊക്കെ മെനക്കെട്ട് നടക്കാറുണ്ട് സാറ്. കവിതകൾ എഴുതിയിട്ടുണ്ടോ? കവിതകൾ ഒരു 5-6 കവിതകൾ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. പുസ്തകമാക്കി ഇറങ്ങിയിട്ടുണ്ടോ? പുസ്തകം 2 പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കവിതാ പുസ്തകം. വിടരുന്ന മുട്ടുകൾ 78-ലാണ് ആദ്യമായി ഗാനം എഴുതാൻ തുടങ്ങിയത്. എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു തോന്നലുണ്ടായിരുന്നു? എങ്ങനെയാണ് അത് ഒരു തമാശ രൂപമാണ്. എന്റെ കയ്യിൽ നിന്ന് അന്ന് ആ കാലത്ത് 50 രൂപ എന്നെല്ലാം പറയുന്ന കുറച്ച് ഇതാണല്ലോ. അപ്പോൾ ഞാൻ സ്കൂൾ ഓഫ് ആർട്സിൽ പഠിക്കുമ്പോൾ 50 രൂപ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ബസ്സിൽ നിന്ന് ആരോ പോക്കറ്റ് അടിച്ചു. അപ്പോൾ ഈ പൈസ പോയ കാര്യം ഓർത്ത് ഞാൻ
ഇവിടെ വന്നിട്ട് ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പൈസ പോയ കാര്യം. അപ്പോൾ വെറുതെ ഇങ്ങനെ ഞാൻ എഴുതി, എൻ്റെ വേദന ആരറിയാൻ, എൻ്റെ മൂകവിഷാദം ആര് കേൾക്കാൻ എന്ന് വെറുതെ ഞാൻ പേപ്പറിൽ എഴുതി. അപ്പോൾ കൂട്ടുകാരൻ വന്ന് നോക്കിയപ്പോൾ അവർ ഇതെന്താണ് കവിതയൊക്കെ എഴുതാൻ തുടങ്ങിയ. അപ്പം ഞാനിത് വിചാരിച്ചുകൊണ്ട് എഴുതിയല്ല, സത്യത്തിൽ വെറുതെ ഒന്ന് എഴുതിയാണ്. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് സത്യത്തിൽ കവിത എഴുതാൻ തുടങ്ങിയത്. അതിനു മുമ്പൊന്നും സ്കൂളിൽ പഠിക്കുമ്പോ ഒന്നും. മാഷിന്റെ പാട്ടുകൾ ആരൊക്കെ പാടിയുണ്ട്? ഏതൊക്കെ ഗായകരെ പാടിയുണ്ട്? പാട്ട് യേശുദാസ്, ജയചന്ദ്രൻ, സുജാത, മിൻമിനി, പിന്നെ കൊച്ചിൻ ഇബ്രാഹിം, മാർക്കോസ്, ഉണ്ണിമേനോൻ, പുതിയ തലമുറയിലെ അഫ്സല് പാടിയിട്ടുണ്ട്. പിന്നെ ഒരുവിധം എല്ലാ ഗായകരും പാടിയിട്ടുണ്ട്. എന്റെ കനവല്ലേ എൻ ജീവന്റെ നിനവല്ലേ മാണിക്ക മണിയല്ലേ തലമാനിന്റെ മൊഞ്ചല്ലേ. ഈ വ്യത്യസ്ത മത വിഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതെ അതെ. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രചോദനം ഉണ്ടായത്? മറ്റേ ബൈബിള് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബൈബിളിലെ കുറച്ച് കൂടുതൽ വാക്യങ്ങളെല്ലാം വായിച്ച് പഠിച്ചപ്പോൾ അതിൽ നിന്നും കുറച്ച് ഗാനങ്ങൾ എഴുതിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ക്രിസ്ത്യ ഭക്തിഗാനം എഴുതാൻ തുടങ്ങിയത്. പിന്നെ അയ്യപ്പ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ വേളാങ്കണ്ണി മാതാവിനെ കുറിച്ചുള്ള ഗാനങ്ങൾ എഴുതി. അയ്യപ്പ ഭക്തിഗാനങ്ങൾ എഴുതിയത് അത് തമിഴിലല്ലേ? തമിഴില്. അപ്പൊ തമിഴ് നേരത്തെ പഠിച്ചിരുന്ന? തമിഴ് നേരത്തെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ പഠിച്ചിട്ടില്ല. സ്വയം പഠിച്ചാണ്? സ്വയം പഠിച്ച. തമിഴ് മദർ ടങ് അല്ലാത്ത ഒരാള് തമിഴ് ഭാഷയില് കവിതകൾ എഴുതുക, പാട്ടുകൾ എഴുതുക എന്നൊക്കെ പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമല്ല. അപ്പൊ അതെങ്ങനെ കഴിഞ്ഞു? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാ വാക്കുകളും അറിയാം തമിഴിലുള്ള. പല നിയന്ത്രണങ്ങളുള്ള ഒരു സമുദായത്തിലാണല്ലോ ജനിച്ചത്, മുസ്ലിം സമുദായത്തില്. കലാകാരന്മാർക്കും ഒക്കെ പല നിയന്ത്രണങ്ങളും ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇതേവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. മട്ടാഞ്ചേരി അമ്പലത്ത് വീട്ടിൽ ബുഖാരിയുടെയും ബീവിയുടെയും ഏകമകനായ സൈനുദ്ദീൻ സ്വാധ്യായത്തിന്റെ വഴികളിലൂടെയാണ് കലാവിഷ്കാരത്തിനുള്ള ആത്മശേഷി ആർജിക്കുന്നത്. പുതിയ കാലത്തിന്റെ ചലന നിയമങ്ങളായ വാണിജ്യ വൈഭവം അതുകൊണ്ടുതന്നെ ഈ കലാകാരനെ ഒഴിഞ്ഞുമാറി. സ്വന്തം രചനയുടെ പിതൃത്വം അവകാശപ്പെടാനാവാത്ത വിധം വിപണിയിൽ തമസ്കരിക്കപ്പെട്ട അനുഭവവും സൈനുദ്ദീന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചന്തയുടെ ആരവങ്ങൾക്കിടയിലും ഒരിക്കൽ കാലം തന്റെ ശബ്ദം വേറിട്ട് കേൾക്കുമെന്ന് ഇദ്ദേഹം സ്വപ്നം കാണുന്നു. സ്വപ്നം എന്തെങ്കിലുമൊക്കെ ആവണമെന്നോ? സ്വപ്നം എന്ന് പറഞ്ഞാൽ യേശുദാസ് എന്റെ കാസറ്റ് പാടിയിട്ടുണ്ട്. അത് രാജാമണിയാണ് മ്യൂസിക് ചെയ്തത്. എന്റെ പേര് പോലും ആ കാസറ്റിൽ വന്നില്ല. കാരണം അന്ന് എനിക്ക് യേശുദാസ് പാടിയുള്ള ആ ഒരു ആഗ്രഹം നടന്നു എന്നുള്ളതല്ലാതെ ആ പേര് പോലും വരാഞ്ഞ കാരണം ആർക്കും ഞാൻ എഴുതിയതായിട്ട് അറിയില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാം മരിച്ചവരായിരുന്നു. എനിക്കതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഇനിയും അതിന് സന്ദർഭം കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അത് അറിയാവുന്ന പോളേറ്റിനറിയാം, ദാസിന്റെ സെക്രട്ടറി പോളേറ്റിന് അറിയാമായിരുന്നു, പിന്നെ തങ്ങൾക്ക് അറിയാമായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാതെ ഇത് ഞാൻ എഴുതിയെന്നൊരു ആർക്കും അറിയാൻ പാടില്ല. എല്ലാ മനുഷ്യരിലും കലയുടെ ജനിതക മൂലകങ്ങൾ സുപ്തമാണെന്ന് സൈനുദ്ദീൻ മാസ്റ്റർ കരുതുന്നു. മാനുഷിക പ്രകാശനത്തിന്റെ നിരവധി പൊടിപ്പുകളിൽ വികാരത്തിന്റെ മണ്ണടരുകളിൽ നിന്ന് മുളപൊട്ടുന്നതുകൊണ്ടാവാം കല സർവോത്കൃഷ്ടമായി ഗണിക്കപ്പെടുന്നത്. അത് കാലുഷ്യത്തിന്റെയും സ്പർദ്ധയുടെയും നിമിത്തമാക്കി തീർക്കുന്നത് നിർമാനുഷികമായ താൽപര്യങ്ങളത്രേ. അവ ചെറുക്കപ്പെടേണ്ടതുണ്ട്. ചോക്കിൻ തുമ്പിൽ മുട്ടുസൂചി കൊണ്ട് ഒരു സൂക്ഷ്മ പ്രപഞ്ചം മെനയുമ്പോൾ സൈനുദ്ദീൻ മാസ്റ്റർ മനസ്സുകൊണ്ട് മനുഷ്യ ലോകത്തെ മുഴുവനുമാണ് സ്പർശിക്കുന്നത്.